നമസ്കാരം. അമിതമായി ഭാരമുള്ള ആളുകൾ, ഓവർ വെയ്റ്റ് ഉള്ള ആളുകൾ ചില ദിവസം പെട്ടെന്നൊരു തീരുമാനമെടുത്ത് ഭാരം കുറയ്ക്കണം, തടി കുറയ്ക്കണം എന്ന ഉദ്ദേശത്തോടെ വളരെ ഹെവി ആയിട്ട് എക്സസൈസുകൾ ചെയ്യുന്നത് കാണാറുണ്ട്. സുംബ പോലെയുള്ള ഡാൻസ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡാൻസ്, ചാടി ഓടിയുള്ള എക്സസൈസുകൾ, ഇതൊക്കെ ചെയ്യാറുണ്ട്. വളരെ തെറ്റായ രീതിയാണത്. ഓവർ വെയ്റ്റ് ഉള്ള ആളുകൾ ഇത്തരം സ്ട്രെയിൻ എടുക്കുന്ന എക്സസൈസുകൾ ചെയ്താൽ പ്രത്യേകിച്ച് അവരുടെ കാൽമുട്ടിലെ ലിഗമെൻറ്റുകൾക്കൊക്കെ ക്ഷതങ്ങൾ വരാം, മുട്ടിന് കൂടുതൽ ബുദ്ധിമുട്ടൊക്കെ വരാം. അതുകൊണ്ട് തന്നെ ഓവർ വെയ്റ്റ് ഉള്ള ആളുകൾ എക്സസൈസ് ചെയ്തു തുടങ്ങുമ്പോൾ വളരെ മൈൽഡായിട്ടുള്ള എക്സസൈസുകളായിട്ടുള്ള നടത്തം, സൈക്ലിംഗ് അല്ലെങ്കിൽ സ്വിമ്മിങ് പോലെയുള്ള എക്സസൈസുകൾ സ്റ്റാർട്ട് ചെയ്യാം. ഇവയൊന്നും നമ്മുടെ മുട്ടിനധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കില്ല. നടത്തമാണെങ്കിൽ തന്നെ നമുക്കൊരു 20 മിനിറ്റ് തുടക്കത്തിൽ ചെയ്യാം. അത് വളരെ സ്ലോയിൽ നടക്കുക, അല്പം സ്പീഡ് കൂട്ടുക, വീണ്ടും സ്പീഡ് കൂട്ടുക, നന്നായിട്ട് ഹാർട്ട് ബീറ്റ് വരുമ്പോൾ സ്പീഡ് കുറച്ച് കൊണ്ടുവരിക, ആ രീതിയിൽ നടക്കുക. സൈക്ലിങ്ങും സ്വിമ്മിങ്ങും ഒക്കെ നമ്മുടെ മുട്ടുകൾക്കും നമ്മുടെ ജോയിൻറ്റുകൾക്കോ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാത്ത എക്സസൈസുകളാണ്. അല്ലെങ്കിൽ ട്രെഡ്മിൽ ഉപയോഗിച്ച് നടക്കാം. അത് കൂട്ടത്തിൽ തന്നെ നമുക്ക് ചെയ്യാവുന്ന എക്സസൈസ് സ്ട്രെങ്തനിങ് എക്സസൈസുകളാണ്. അത് നിങ്ങൾക്ക് ഈ കിടന്നും ഇരുന്നുമുള്ള എക്സസൈസുകൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. അതിൽ വോൾ പുഷ് പോലത്തെ ഉള്ള എക്സസൈസുകൾ ചെയ്ത് നമ്മുടെ മസിൽസും ഒക്കെ സ്ട്രെങ്തൻ ചെയ്യാം. പിന്നീട് നമുക്ക് ഫ്ലെക്സിബിലിറ്റി കൂടാനുള്ള എക്സസൈസുകൾ, യോഗാസനങ്ങളൊക്കെ ചെയ്യാം. അത് നമ്മുടെ മൈൻഡിനും ബോഡിക്കും ഒരുപോലെ ഉപകാരപ്രദമാണ്. അതിന് ശേഷം മാത്രമാണ് ചെറിയ ചെറിയ വെയിറ്റുകളിട്ടുള്ള എക്സസൈസുകൾ നിർബന്ധമായിട്ടും പിന്നീട് ചെയ്യേണ്ടതാണ്. വെയിറ്റ് ലിഫ്റ്റിംഗ് എക്സസൈസുകൾ ചെയ്യുക. ഇതിനോടൊപ്പം ശ്രദ്ധിക്കേണ്ടത് എക്സസൈസുകൾ ചെയ്യുമ്പോൾ ശരിയായ പാദരക്ഷകൾ ഉപയോഗിക്കേണ്ടത് നിർബന്ധമാണ്. അല്ലെങ്കിൽ നമ്മുടെ ലിഗമെൻറ്റുകൾക്ക് ക്ഷതം സംഭവിക്കാം. അതേപോലെ തന്നെ ആഹാര കാര്യത്തിലും വളരെയധികം ശ്രദ്ധിക്കണം. ഭക്ഷണം കുറയ്ക്കുകയല്ല ചെയ്യേണ്ടത്, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം കഴിച്ച് നമ്മുടെ ഭാരം കുറയ്ക്കാൻ